സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് ആക്കി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാകാറില്ല. ഇംഗ്ലീഷിൽ അതിന് സർക്കാസം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു അപ്പോൾ അദ്ദേഹം ഒരു നീല പാൻസും അതുപോലെ തന്നെ ഒരു മഞ്ഞ കോട്ടും എല്ലാം ഇട്ട് താഴെ ഒരു റബ്ബർ ചെരുപ്പുമൊക്കെ ഇട്ട് വളരെ അലസമായിട്ട് വരുമ്പോൾ നമ്മൾ പറയാണ്, ഓ നല്ല വസ്ത്രമാണല്ലോ, ഇനി അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന അവിടെ അടിപൊളിയാണെന്നാണോ? അല്ല. പക്ഷെ നമ്മൾ പറഞ്ഞ എന്താണ്? അടിപൊളിയാണ് എന്നാണ്. ആദ്യമായിട്ട് മലയാളം പഠിക്കുന്ന ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്? അത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ സർക്കാസമാണെന്ന് അത് ചിന്തിക്കാറില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ സർക്കാസം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സായിപ്പ് എന്നോട് പറഞ്ഞാണ്, ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ പുതിയതായിട്ട് ഭാഷ പഠിക്കുന്നവരെ, ഇന്ത്യക്കാരെ, അറബികളെയൊക്കെ കളിയാക്കാറുണ്ട്, പക്ഷേ അവർക്ക് മിക്കപ്പോഴും മനസ്സിലാകാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സർക്കാസത്തിൽ ഉദ്ദേശിക്കുന്നത് നേരെ എതിരായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് തമാശയ്ക്ക് അല്ലെങ്കിൽ കളിയാക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ പറയുന്ന ആൾ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാകുമ്പോൾ സാധാരണ സായിപ്പന്മാർ പറയുന്ന ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒന്നാണ്, റിയലി വെരി വൈസ് ഓഫ് യു എന്ന് പറഞ്ഞാൽ, നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, റിയലി ഷെർലോക്ക് യു ആർ സോ ക്ലെവർ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഞാൻ പറയാണ്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അപ്പോഴേ ഞാൻ ഇംഗ്ലീഷ് ഞാൻ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷിന് 100ൽ 100 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എനിക്ക് അറിയില്ല. എന്നിട്ട് എന്നോട് 1+1 എത്രയാണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. എന്നിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് മാത്തമാറ്റിക്സിന് 100 മാർക്കാണ് കേട്ടോ കിട്ടിയത്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്ന് പറയുമ്പോൾ, അത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. റിയലി ഈ ഷെർലോക്ക് എന്താണ്? ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അല്ലേ, വളരെ ബുദ്ധിമാനായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ നമ്മൾ ഷെർലോക്ക് എന്ന് വിളിക്കുകയാണ്. റിയലി ഷെർലോക്ക് യു ആർ സോ ക്ലെവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. പക്ഷേ ഇത് ഒരു സർക്കാസ്റ്റിക് ടോണിലാണ് അവർ സംസാരിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്, ഒരു സർക്കാസമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, wow, you are really intelligent എന്ന് പറഞ്ഞാൽ, നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോഴ് നമ്മൾ ഒരു പെർഫ്യൂം അടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അതായത് നമ്മുടെ പെർഫ്യൂമിന് ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു മണമുള്ളൊരു പെർഫ്യൂമാണ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിദേശികൾക്ക് ഉപയോഗിക്കുന്ന ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ആണുങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള പെർഫ്യൂം അടിച്ചു തന്നിട്ട് അവർ പറയണം, നൈസ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് അവർ നേരെ എതിരാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോഴേ എൻ്റെ വീട്ടിൽ ഒരു വിദേശി വന്നിട്ട് പറഞ്ഞു, നല്ല മസാലയുടെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ അവർ നല്ലതെന്നാണ്, അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ അവർ ചുമ്മാ ഇങ്ങനെ പറയുന്നത്, അത് സർക്കാസമായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ താങ്ക് യു എന്നുള്ളതും നമുക്ക് സർക്കാസമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇത് മറ്റൊന്ന്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഈ സായിപ്പുമാർ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ട്, റിയലി ഗുഡ്, വെൽ ഡൺ, നൈസ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നല്ല അവർ ഉദ്ദേശിച്ചത്, അത് സർക്കാസമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഓഫീസിൽ ചുമ്മാ ഇരുന്ന് പത്രമൊക്കെ വായിച്ച് ചായ കുടിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, വാവ് യു ലുക്ക് റിയലി ബിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്കൊരു പണിയില്ലാതെ നീ ഇരിക്കുവാണോ എന്നാണ് അർത്ഥം. ഇപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, ഐ ഫെയിൽഡ് ഇൻ ദ എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, വെൽ ഡൺ, ഐ എം റിയലി ഇംപ്രസ്ഡ്, അല്ലെങ്കിൽ ഐ എം വെരി ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ആക്കി സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്ട് എ സർപ്രൈസ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇതൊക്കെ സർക്കാസമാണ്. അതുപോലെ തന്നെ ഹൗ ഈസ് യുവർ ജോബ് ഗോയിങ് ഓൺ, അപ്പോൾ നിൻ്റെ ജോലി എങ്ങനെ പോകുന്നു? മൈ ജോബ് ഈസ് ഗോയിങ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സത്യത്തിൽ അത് സർക്കാസ്റ്റിക്, എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ, ഇപ്പോൾ ഉടനെ തന്നെ രാജിവെക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കത്തില്ലേ? അല്ലെങ്കിൽ നിൻ്റെ മാനേജർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, മൈ മാനേജർ ഈസ് എ ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എന്താ ഉദ്ദേശിച്ചത്? ഒരു മോശമായിട്ടുള്ള ഒരാളാണെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അപ്പോഴേ ശ്രദ്ധിക്കുക, ഇത് ഇംഗ്ലീഷിലൊക്കെ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും സായിപ്പുമാരൊക്കെ പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ
പൊക്കി പറയുന്നതാണ് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആദ്യം മുതലുള്ള പാഠങ്ങൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.